ഹലോ ചിൽഡ്രൻ, കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ എല്ലാ കൂട്ടുകാരെയും കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, സുഖായിരിക്കുന്നല്ലോ? നമുക്ക് പഠിച്ചാലോ? ഇന്ന് എന്താണ് പഠിക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ വായിക്കുവാൻ പഠിക്കുകയാണ്. മലയാളം വായിക്കുവാനായാണ് പഠിക്കുന്നത്. പക്ഷേ ഇന്നൊരു അടയാളം കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ആ അടയാളം ഉപയോഗിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. റെഡിയാണോ? പഠിക്കാൻ ഇഷ്ടമാണല്ലോ? സന്തോഷത്തോടെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, റെഡി? ഇതേതക്ഷരമാണ്? ആ. ഇതാണെങ്കിലോ? ആ. ആ ആ ആ ആ പറഞ്ഞേ. ആ ആ നീട്ടി പറഞ്ഞേ. ആ. ആ എന്ന അക്ഷരത്തെ കുറച്ചുകൂടി നീട്ടി പറയുമ്പോൾ ആ എന്ന അക്ഷരമാകുന്നു. ആ ആ വെരി ഗുഡ്. ആ ആ വെരി ഗുഡ്. അപ്പോൾ ഇത് ഏതക്ഷരമാണ്? ആ. ആ എന്ന അക്ഷരത്തെ കുറച്ചുകൂടി മുന്നിലോട്ട് നീട്ടുമ്പോൾ ഏതക്ഷരമാകും? ആ എന്ന അക്ഷരമാകും. ഓക്കെ, ആ എന്ന അക്ഷരം പഠിച്ചല്ലോ. ഈ ആ എന്ന അക്ഷരത്തിന് ഒരു അടയാളമുണ്ട്. ആ അടയാളം ഈ ആ എന്ന അക്ഷരത്തിൽ ഒളിച്ചു കിടപ്പുണ്ട്. നമുക്കത് കണ്ടുപിടിച്ചാലോ? റെഡിയാണോ? ടീച്ചറിൻ്റെ കൂടെ നിങ്ങളും കൂടുമോ കണ്ടുപിടിക്കുവാൻ? ഓക്കെ, നമുക്ക് ആയിൽ നിന്നും ആ എന്ന അടയാളം കണ്ടെത്താം. നിങ്ങൾ നോക്കിയിരിക്കണേ. ഇതുവരെ എന്തായിരുന്നു? ആ ആണല്ലോ. ആ എന്ന അക്ഷരത്തെ കുറച്ചുകൂടി നീട്ടുമ്പോഴാണ് ആ എന്നായി മാറുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അതെ. അപ്പോൾ ആ എന്ന അക്ഷരത്തെ കുറച്ചുകൂടി കണ്ടോ നീട്ടി. അപ്പോൾ ഏതക്ഷരമായി? ആ എന്ന അക്ഷരമായി. ഇതാണ് ആ എന്നതിൻ്റെ അടയാളം. നമ്മൾ ആ എന്നതിന് പകരം ദാ ഈ അടയാളമാണ് ഇനി ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ആ എന്ന് നീട്ടി പറയുന്നിടത്തെല്ലാം ഏതടയാളം ഉപയോഗിക്കും? ദാ ഈ കാണുന്ന അടയാളം ഉപയോഗിക്കും. ഈ അടയാളത്തിൻ്റെ പേരാണ് ആ അടയാളം. എന്താണ്? ആ അടയാളം. ആ അടയാളം. ആയുടെ അടയാളമാണ് ഈ കാണുന്നത്. സി തിരിച്ചിടുന്നത് പോലെ, ഇംഗ്ലീഷിലെ സി എന്ന ലെറ്ററില്ലേ, അതിനെ തിരിച്ചിടുന്നത് പോലെയാണ് ആ എന്ന അടയാളം. ഇത് ഏതടയാളമാണ്? ആ. ഏതാണ്? ആ അടയാളം. പഠിച്ചല്ലോ. ഇത് ഏതക്ഷരമാണ്? റാ. വെരി ഗുഡ്. റാ. റാ എന്ന അക്ഷരത്തെ കുറച്ചുകൂടി നീട്ടി പറഞ്ഞേ. ആ ആ. അതുപോലെ റാ റാ. വെരി ഗുഡ്. ന നാ. വെരി ഗുഡ്. ഇതേതക്ഷരമാണ്? പാ. പാ എന്ന അക്ഷരത്തെ നീട്ടി പറഞ്ഞേ. വെരി ഗുഡ്. പാ പാ പാ. ഇതേതക്ഷരമാണ്? വാ. വാ എന്ന അക്ഷരത്തെ നീട്ടി പറയുമ്പോൾ വാ വാ. ഓക്കേ. ഇതേതക്ഷരമാണ്? ലാ. ലാ. ലാ എന്ന അക്ഷരത്തെ നീട്ടി പറയുമ്പോൾ ലാ ലാ. ഇതേതക്ഷരമാണ്? മാ. മാ. മാ എന്ന അക്ഷരത്തെ നീട്ടി പറഞ്ഞേ. എങ്ങനാ? മാ. എങ്ങനാ? മാ.
ഓക്കെ, അപ്പോൾ അതും അറിയാലോ. ഇതേത് അക്ഷരമാണ്? റാ. അപ്പോൾ ടീച്ചറിന് റാ എന്ന് എഴുതണം. അതിന് ഏത് അടയാളമാണ് ടീച്ചർ തിരഞ്ഞെടുക്കേണ്ടത്? റാ എന്നെഴുതാൻ ഇത് റായാണല്ലോ. ടീച്ചറിന് റാ എന്നാ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും ഏത് അടയാളം ടീച്ചർ തിരഞ്ഞെടുക്കണം? ഈ അടയാളം തിരഞ്ഞെടുത്താൽ റാ അടയാളമാവുമോ? ആ എന്ന അക്ഷരത്തിൽ നിന്ന് നമ്മൾ കാണിച്ചു തന്ന സി തിരിച്ചിട്ട് നോ. ഇതാണെങ്കിലോ നോ, ഇതും ആകത്തില്ല. ഇതാണെങ്കിലോ യെസ്, ഇത് സി തിരിച്ചിട്ടതുപോലെയാണ്, ആ അടയാളമാണ്. അപ്പോൾ നമുക്ക് റായുടെ കൂടെ ഈ അടയാളം ഇട്ട് കഴിഞ്ഞാൽ എന്താകും? റാ. എന്തായി? റാ. വായിച്ചേ, റാ. ഓക്കെ, ഇതേത് അക്ഷരമാണ്? പ. ടീച്ചറിന് പാ എന്ന് എഴുതണം. എങ്ങനെയാ എഴുതുക? ഏത് അടയാളമാ ചേർക്കുക? സി തിരിച്ചിട്ടത് അടയാളം ഏതാണ്? ഇതാണോ? നോ. ഇതാണോ? നോ. ഇതാണോ? യെസ്, സി തിരിച്ചിട്ട ആ അടയാളം പാ. ഇപ്പോൾ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? പാ. പായുടെ കൂടെ ആ അടയാളം ചേർത്തപ്പോൾ പായ നീട്ടി വായിക്കണം. പാ. എങ്ങനാ? പാ. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായി. ഇതേത് അക്ഷരമാണ്? മാ. മാ. മാ എന്ന് ടീച്ചറിന് എഴുതണമെങ്കിൽ ഇതിൽ ഏത് അടയാളമാണ് വേണ്ടത്? ആ അടയാളം, മാ. മാ. ഓക്കെ, ഇത് വായിച്ചേ. റായുടെ കൂടെ ആ അടയാളം ചേരുമ്പോൾ റാ നീട്ടി പറയണം. പറഞ്ഞേ, റാ. നായുടെ കൂടെ ആ അടയാളം ചേരുമ്പോൾ ന നീട്ടി പറയണം. നാ. ഇതെന്താണ്? പാ. ഇതോ വാ. ഇതാണെങ്കിലോ ലാ. മാ. അപ്പോൾ ഇതുവരെ പഠിച്ചല്ലോ, അറിയാലോ. ഇനി നമുക്ക് വാക്കുകൾ വായിക്കാനായിട്ട് പഠിക്കാം. ഓക്കെ, ആ നാ. ആ നാ. ആന. ആന. ഇതെന്താണ്? ആന. ഇത് രണ്ടും രണ്ടക്ഷരമാണ്, കാരണം ദൂരെ ദൂരെയാണ്. ഇവിടെയും രണ്ടക്ഷരമാണ്, ദൂരെ ദൂരെയാണ്. എന്നാൽ ഇവിടെയോ ഒരുമിച്ചാണ്, അല്ലേ? ഇത് നമ്മൾ ഇങ്ങനെ പഠിച്ചതാണ്. ആ നാ. ആ നാ. ആന. പിന്നീട് ഇടയ്ക്ക് നിർത്താൻ പാടുണ്ടോ? ഇല്ല, ആയുടെ കൂടെ തന്നെ നാ വായിക്കണം. ആന. ആ നാ. പക്ഷെ ഇവിടെ വരുമ്പോൾ ആ നിർത്താൻ പാടില്ല. ആന. ആന. ഓക്കെ, ഇതേത് അക്ഷരമാണ്? ആ. ഇത് മാ. ആ മാ. ആ മാ. ആമ. 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 ഓക്കെ, ആ നിർത്താതെ മാ പറയണം. ആമ. വായിച്ചല്ലോ, വായിക്കാൻ പഠിച്ചല്ലോ. ഇതേത് അക്ഷരമാണ്? ആ. ഇതോ ലാ. ആ ലാ. ആ ലാ. ആല. ആല. ഓക്കെ, ഇത് വായിക്കുവാനായിട്ട് അറിയാലോ. അടുത്തത് നോക്കാം. ഇതെന്തക്ഷരമാണ്? പ. ഇതോ ത. പ ത. പ ത. ഇവിടെ വരുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇതിനോടൊപ്പം അടുത്ത വാക്ക് പറയണം. പ നീട്ടാൻ പറ്റില്ല, കാരണം അടയാളമുണ്ടോ? ഇല്ല. പദ. പായുടെ കൂടെ താ പറയണം. പദ. 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 ഓക്കെ, അറിയാലോ വായിക്കാൻ. ഇവിടെ നോക്കി, പായുടെ കൂടെ ഏത് അടയാളമുണ്ട്? ആ അടയാളം. അപ്പോൾ പാ നീട്ടി പറയണം. പാ. പാ താ. പാ താ. ഇവിടെയാണെങ്കിലോ ഒരുമിച്ചാണ്.
പാത പാത പാത. വായിക്കാൻ പഠിച്ചല്ലോ. എങ്ങനെ വായിക്കുക? പാ ത. ഒരുമിച്ച് പറയണം. പാത. ഓക്കെ. ഇത് അക്ഷരമാണ് പ. ഇതാണെങ്കിലോ റ. പ റ പ റ. ഒരുമിച്ചാകുമ്പോൾ പായുടെ കൂടെ റ പറയണം. പറ പറ പറ. ഓക്കെ. ഇവിടെ എന്താണ്? പ നീട്ടി പറയണം. കാരണം ആ അടയാളമുണ്ട്. പാ റ പാ റ പാറ. പായുടെ ഒപ്പം റ ചേർത്ത് പറയണം. പാറ പാറ. ഓക്കെ. ഇത് പറഞ്ഞേ. പാ വ. ആ അടയാളം ഉള്ളത് കൊണ്ട് പ നീട്ടി വായിക്കണം. പാ വ പാ വ പാവ പാവ. പായുടെ കൂടെ വായും പറയണം. പാവ പാവ. ഓക്കെ. അടുത്തത് വായിക്കാം. പ ആടയാളം. പായുടെ കൂടെ ആടയാളം ചേർക്കുമ്പോൾ ആന്ന് നീട്ടി വായിക്കണം. പാ ല പാ ല പാല പാല പാല. ഓക്കെ. മ ല മ ല. ഒരുമിച്ച് വായിക്കുമ്പോൾ മായുടെ കൂടെ ല പറയണം. മല മല മല. ഓക്കെ. ഇതെങ്ങനെയാ വായിക്കുക? മാ. മായുടെ കൂടെ ആടയാളം വരുമ്പോൾ മാ ആന്ന് നീട്ടി പറയണം. മാ ല മാ ല മാ ല മാല. മായുടെ ഒപ്പം ല പറയണം. മാല മാല മാല. ഓക്കെ. വായിക്കാനായിട്ട് അറിയാലോ. ഇത് അക്ഷരമാണ് ത. ഇതോ ര. തായുടെ കൂടെ ആടയാളം വരുമ്പോൾ താ ആന്ന് നീട്ടി പറയണം. താ ത താ ത താ ത താ. ഓക്കെ. ത താ താ ര താ ര താര. തായുടെ ഒപ്പം ര പറയുക. താര. താ നിർത്തരുത്. നിർത്താതെ ര പറയണം. താര താര. ഓക്കെ. അപ്പോൾ വായിക്കുവാനായിട്ട് പഠിച്ചല്ലോ. ആടയാളം ചേർത്ത് വായിക്കാനായിട്ട് പഠിച്ചല്ലോ. പഠിച്ചു. ഇനി നമുക്കിതൊന്ന് വായിച്ചാലോ. അ ന ആന. ആ ന ആന. അറിയാലോ. അ മ ആമ. ആ മ ആമ. ഇടയ്ക്ക് നിർത്തരുത്. അ ല അല. ആ ല ആല. ഓക്കെ. പ റ പറ. പാ പാ റ പാറ. പ ല പല. അടയാളം ഈ അക്ഷരത്തോടൊപ്പം ചേർത്ത് പറയണം. ഈ അടയാളം എന്തിനാണ്? പ എങ്ങനെ പറയണം എന്നതിനാണ് ഈ അടയാളം. ആ എന്ന അടയാളം കൊടുക്കുമ്പോൾ പ എങ്ങനെ പറയണം? പാ എന്ന് പറയണം. ഓക്കെ. പാ ല പാല പാല. പ ത പത. പ ത പത. പാ. അടയാളം എന്തിനാണ്? പ ആ എന്ന് നീട്ടി പറയാൻ. പാ എന്ന്. പാത പാത. ഓക്കെ. അപ്പോൾ കുഞ്ഞുങ്ങൾ വായിക്കുവാനായിട്ട് പഠിച്ചല്ലോ. വായിക്കുവാൻ ഇനി അറിയാമല്ലോ. ആ അടയാളം വന്നു കഴിഞ്ഞാൽ ആ അക്ഷരത്തെ
ആ എന്ന് നീട്ടി പറയണം. വായുടെ കൂടെ ആടയാളം കണ്ടു കഴിഞ്ഞാൽ വാ. തായുടെ കൂടെ ആടയാളം കണ്ടു കഴിഞ്ഞാൽ താ. മായുടെ കൂടെ ആടയാളം കണ്ടു കഴിഞ്ഞാൽ മാ. ഓക്കെ, സി തിരിച്ചിടുന്നതാണ് ആടയാളം. മറക്കില്ലല്ലോ. ഓക്കെ, ബൈ. താങ്ക് യു.